Hello, today I'm going to talk about the poem I Too written by Langston Hughes. അപ്പോൾ നമ്മൾ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഐ ടു എന്ന് പറഞ്ഞ പോയമാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് പോയം ഈസ് ലിങ്ക്ഡ് വിത്ത് അനദർ പോയം റിട്ടൺ ബൈ വാൾട്ട് വിറ്റ്മാൻ. വാൾട്ട് വിറ്റ്മാൻ എഴുതിയ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറഞ്ഞ പോയം ആയിട്ട് ഈ പോയത്തിന് ഐ ടു എന്ന് പറഞ്ഞ പോയത്തിന് ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ വാൾട്ട് വിറ്റ്മാൻ്റെ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറഞ്ഞ പോയത്തിൽ അമേരിക്കയിലെ പല സെക്ടേഴ്സിൽ ജീവിക്കുന്ന ആൾക്കാർ, പല ഫീൽഡിൽ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ കാർപ്പൻ്റർമാർ, മെയ്സൺ, ബോട്ട്മാൻ, ഷൂ മേക്കേഴ്സ്, ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ട് സിങ് ചെയ്യുന്ന ഒരു യൂണിയനായിട്ട്, ഇപ്പോൾ വുഡ് കട്ടർ അങ്ങനത്തെ പല പല ടൈപ്പിലുള്ള ആൾക്കാർ, അമേരിക്കനായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, പല ഫീൽഡിലാണെങ്കിലും പലതരത്തിലുള്ള ജീവിത രീതിയാണെങ്കിലും എല്ലാവരും അമേരിക്കക്കാരാന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു പോയമാണ് ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന് പറഞ്ഞ പോയം. അത് ഈ പോയം വാൾട്ട് വിറ്റ്മാൻ എഴുതണത് 1860 1860. അപ്പോൾ ആ പോയത്തിൻ്റെ ഒരു റെസ്പോൺസായിട്ട് നമുക്ക് ഈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഐ ടു എന്ന് പറഞ്ഞ പോയം കാണാൻ പറ്റും. അപ്പോൾ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ഐ ടു എന്ന് പറഞ്ഞ പോയം എഴുതണത് 1925. അത് പബ്ലിഷ് ചെയ്യണത് ദി വയറി ബ്ലൂസ് എന്ന് പറഞ്ഞ കളക്ഷനിലാണ്. ഇറ്റ് വാസ് ഹിസ് ഡെബ്യൂട്ട് പോയട്രി കളക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1926. അപ്പോൾ നമ്മൾക്ക് ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഐ ടു എന്ന് പറഞ്ഞ പോയം നോക്കാം. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പോയമാണ്, സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഐ ടു സിംഗ് അമേരിക്ക. ഐ ആം ദി ഡാർക്ക് ബ്രദർ they send me to eat in the kitchen when company comes, but I laugh and eat well and grow strong. Tomorrow I'll be at the table when company comes. Nobody will dare say to me, eat in the kitchen then. Besides, they will see how beautiful I am and be ashamed. I too am America. അപ്പോൾ ഇതാണ് പോയം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എഴുതിയത് 1860. അപ്പോൾ 1861 തൊട്ട് 1865 വരെ, 1861 to 1865 അമേരിക്കൻ സിവിൽ വാർ ഹാപ്പൻ ചെയ്തു. അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുകയാണെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും സദേൺ സ്റ്റേറ്റ് ഓഫ് അമേരിക്കയും തമ്മിലുള്ളൊരു ഡിസ്പ്യൂട്ടാണ്. അതെന്തിൻ്റെ പേരിലായിരുന്നു എന്ന് വെച്ചാൽ സ്ലേവറി അബോളിഷൻ ചെയ്യണമെന്ന് നോർത്തേൺ സ്റ്റേറ്റ് വാശി പിടിച്ചു. അതേപോലെ സദേൺ സ്റ്റേറ്റ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്ലേവറി അബോളിഷ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ ഒരു സമരം രണ്ടുപേരും തമ്മിൽ നടത്തി. അങ്ങനെ നോർത്തേൺ സ്റ്റേറ്റ്സ് വിൻ ചെയ്യുന്നുണ്ട്, എബ്രഹാം ലിങ്കണൊക്കെ ലീഡ് ചെയ്തിട്ട്. അപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ അവരുടെ ആവശ്യം വിൻ ചെയ്യും. അപ്പോൾ സ്ലേവറി അബോളിഷൻ സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് അബോളിഷ് ചെയ്യാനുള്ള ലോസൊക്കെ പിന്നീട് വരും അമേരിക്കയിൽ. അപ്പോൾ അതിനുശേഷം ആ ഒരു ടൈമിലാണ് ഈ നമ്മുടെ വാൾട്ട് വിറ്റ്മാൻ്റെ പോയം വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഈ വാൾട്ട് വിറ്റ്മാൻ്റെ ഐ ഹിയർ അമേരിക്ക സിംഗിങ്ങിൽ എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരു വിഭാഗത്തിൽ എന്ന് വെച്ചാൽ ബ്ലാക്ക് പീപ്പിളിനെ കുറിച്ച് പറയുന്നില്ല. മെയിൻലി ഫോക്കസ് ഓൺ വൈറ്റ് പീപ്പിളാണ് ആളുടെ പോയത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നോട്ടീസ് ചെയ്തു നമ്മുടെ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ഇത് നോട്ടീസ് ചെയ്തു. ഈ വാൾട്ട് വിറ്റ്മാൻ്റെ പോയത്തിൽ ഒരു റെഫറൻസ് ഇല്ല, ബ്ലാക്ക് പീപ്പിളിനെ റെഫറൻസ് ഇല്ല, അവർ കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും റെഫറൻസ് ഇല്ല, അവരെ ചേർത്ത് പിടിക്കുന്ന പോലെ എഴുതിയിട്ടുമില്ല പോയം. അപ്പോൾ ആ പോയത്തിന് റെസ്പോൺസ് ആയിട്ട് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് തൻ്റെ പോയത്തിൽ ബ്ലാക്ക് പീപ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതി. അപ്പോൾ അമേരിക്കൻ സിവിൽ വാറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ പറയാം നമുക്ക്. പിന്നെ അതേപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ് ഡെലിവർ ചെയ്ത ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ സ്പീച്ച്, അത് 1963 1963 ഡെലിവർ ചെയ്തത്. അപ്പോൾ അത് ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ അമേരിക്ക എന്ന പോയത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് മാർട്ടിൻ ലൂതർ കിങ് അങ്ങനൊരു സ്പീച്ച് ഡെലിവർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഐ ടു എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ഒരു അനോട്ടേഷൻ നോക്കാം. ഐ ടു സിംഗ് അമേരിക്ക. അതാണ് ഫസ്റ്റത്തെ ലൈൻ. I am the darker brother they send me to eat in the kitchen when company comes, but I laugh and eat well and grow strong. അപ്പോൾ ഹ്യൂഗ്സ് മെറ്റഫറിക്കലി ഡിസ്ക്രൈബ് ചെയ്യാണ് ആഫ്രിക്കൻ അമേരിക്കൻസിനെ എങ്ങനെയാണ്
ഇത്ര നാളായിട്ട് ട്രീറ്റ് ചെയ്തെന്നുള്ളത്. ദ ഡാർക്കർ ബ്രദർ എന്ന് പറയുന്നുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്യാണ്, റേഷ്യൽ ഡിഫറൻസിനും സെഗ്രിഗേഷനും ഹൈലൈറ്റ് ചെയ്യാണ്. ബീങ് സെൻറ്റ് ടു ഈറ്റ് ഇൻ ദ കിച്ചൺ സിംബിളൈസസ് ദി മാർജിനലൈസേഷൻ ആൻഡ് റിലഗേഷൻ ഓഫ് ബ്ലാക്ക് പീപ്പിൾ ടു ഇൻഫീരിയർ പൊസിഷൻസ്. ടുമാറോ ഐ വിൽ ബി അറ്റ് ദ ടേബിൾ വെൻ കമ്പനി കംസ്. നോബഡി വിൽ ഡെയർ സേ ടു മീ ഈറ്റ് ഇൻ ദ കിച്ചൺ ദെൻ. അപ്പോൾ ഹ്യൂഗ്സ് ഇവിടെ പറയാണ് നാളെ ഒരു ഹോപ്പായിട്ട് എടുക്കുകയാണ്. ബീങ് അറ്റ് ദ ടേബിൾ സിഗ്നിഫൈസ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റി ടുമാറോ എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ബ്ലാക്ക് പീപ്പിളിനെ ഒരേപോലെ കാണാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ബിസൈഡ്സ് ദേ വിൽ സീ ഹൗ ബ്യൂട്ടിഫുൾ ഐ ആം ആൻഡ് ബി അഷേംഡ്. സോ ഹ്യൂഗ്സ് ബിലീവ്സ് ദാറ്റ് വൺസ് അതേഴ്സ് റെക്കഗ്നൈസ് ദ ബ്യൂട്ടി ആൻഡ് വാല്യൂ ഓഫ് ആഫ്രോ അമേരിക്കൻസ് ദേ വിൽ ഫീൽ അഷെയിംസ് ഓഫ് ദിയർ പ്രീവിയസ് പ്രിജുഡൈസസ്. അപ്പോൾ ഇത്ര നാൾ അവരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന വൈറ്റ് സമൂഹം ഈ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് പീപ്പിളിൻ്റെ വേർത്ത്, ബ്ലാക്ക് പീപ്പിളിൻ്റെ ബ്യൂട്ടി തിരിച്ചറിയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഗിൽട്ട് ഫീൽ തോന്നുമെന്നാണ് പറയുന്നത്. ഐ ടു ആം അമേരിക്ക. അപ്പോൾ ദി പോയം ക്ലോസസ് വിത്ത് എ പവർഫുൾ റീഅഫർമേഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ഐഡൻറ്റിറ്റി ആസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അമേരിക്ക. അപ്പോൾ ആളത് ഉറപ്പിച്ച് പറയാണ് ഞാനും അമേരിക്ക തന്നെയാണ്, അമേരിക്കക്കാരെന്നല്ല പറയുന്നത്, ഞാനൊരു അമേരിക്ക സിറ്റീസൺ അല്ല, അതുപോലും അല്ല പറയുന്നത്, ഐ ടു ആം അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഡീപ്പായിട്ടുള്ളൊരു ലൈനാണത്. അപ്പോൾ ആഫ്രോ അമേരിക്കൻ്റെ ഐഡൻറ്റിറ്റിയും ഈക്വാലിറ്റിക്കും വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോയം ആണ്. അതിൽ മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റഫർ ഉപയോഗിച്ചിട്ട് മാർജിനലൈസേഷനും സെഗ്രിഗേഷനും പിന്നെ അതോടുകൂടി ഹോപ്പ് കൊടുക്കുകയാണ്, ഫ്യൂച്ചറിലേക്കുള്ള ഹോപ്പ്. അപ്പോൾ ഫൈനലായിട്ട് ഒരു അക്സെപ്റ്റൻസ്, ബ്ലാക്ക് അമേരിക്കൻസിനും വൈറ്റ് അമേരിക്കൻസിനും ഒരു ഈക്വൽ റൈറ്റ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിനു വേണ്ടി ഉള്ളൊരു പോയമാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഐ ടു എന്നുള്ള പറഞ്ഞ പോയം.